ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരേ ഒരു പ്രതി മാത്രം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരേ ഒരു പ്രതി മാത്രം. ബാക്കിയുള്ളവർക്ക് അയ്യപ്പൻ കൊടുത്ത ശിക്ഷ. ഭക്തിയും വിശ്വാസവും മനസ്സിലുള്ളപ്പോൾ തന്നെ വഹിക്കുന്ന പദവിക്ക് അനുയോജ്യമല്ലാത്ത കർമ്മങ്ങൾ ചെയ്തതിന് സാക്ഷാൽ അയ്യപ്പൻ കൊടുത്ത ശിക്ഷ അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ തടവറയിൽ കഴിയുന്നതിൽ ഒരാളൊഴിച്ചുള്ള മറ്റെല്ലാവരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ പ്രതിയും ഒരേ ഒരു പ്രതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് വേണം കരുതാൻ. തന്ത്രിയും പത്മകുമാറും വാസുവും എല്ലാം ജയിലിൽ കഴിയുന്നത് അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണെന്നേ പറയാൻ കഴിയൂ. സാങ്കേതികമായി അനുമതികളും വാക്കുകളും നൽകി എന്നതിനപ്പുറം സ്വർണം കടത്തിയതിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കരുതാൻ വയ്യ. ജയശ്രീയെയും സുനിലിനെയും പോലെ ശുദ്ധമായ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥർ പോലും ദുർജന സംസർഗം മൂലമുണ്ടായ പാപത്തിന്റെ ഫലം അനുഭവിക്കുന്നവരാണ്. എല്ലാം കണ്ടുകൊണ്ടിരുന്ന അയ്യപ്പൻ തന്നെ ശബരിമലയെ ശുദ്ധീകരിക്കാനെടുത്ത തീരുമാനമാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയാതെ വയ്യ. പിതൃസ്ഥാനത്തുള്ള തന്ത്രിയെ അടക്കം പാഠം പഠിപ്പിച്ച് നേർവഴിക്ക് നടത്താനും വരും കാലത്ത് ശബരിമലയുടെ പരിപാവനത നിലനിർത്താനുമുള്ള അയ്യപ്പന്റെ തീരുമാനമാണ് കോടതിയുടെ ഇടപെടലിലൂടെ SIT നടത്തുന്നത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണവേട്ട നടത്തുന്ന അന്താരാഷ്ട്ര കുറ്റവാളിയാണ് ഉണ്ണികൃഷ്ണനെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശബരിമലയിലെ സ്വർണം കടത്തുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ ഉണ്ണികൃഷ്ണൻ മറ്റുള്ളവരെ വലയിൽ കുടുക്കിയതാണെന്നാണ് കരുതേണ്ടത്. മറ്റുള്ളവരെ അതിനായി അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം. കോടികളുടെ ആസ്തിയും വരുമാനവുമുള്ള തന്ത്രിക്ക് പണം വേണ്ടവിധം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വഴി തുറന്നു കൊടുത്തത് തന്ത്രിയുടെ വിശ്വാസം നേടിയാവണം ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ കുരുക്കിയത്. സമാന രീതിയിലുള്ള ചരടുകളിൽ തന്നെയാവണം പത്മകുമാറിനെയും വാസുവിനെയും കെട്ടിയിട്ടത്. അതല്ലാതെ ശബരിമലയിൽ ഓടിക്കളിച്ചു വളർന്ന പത്മകുമാർ അയ്യപ്പന്റെ മുതല് കെട്ടതിന്റെ പങ്കുപറ്റിയെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തെ നേരിട്ടറിയുന്നവർക്ക് കഴിയില്ല. അടുപ്പക്കാരനായിരുന്നിട്ടും സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാനുള്ള പിണറായിയുടെ തീരുമാനത്തെ പോലും എതിർത്ത വ്യക്തിയാണ് പത്മകുമാർ. അങ്ങനെയുള്ള പത്മകുമാർ അറിഞ്ഞുകൊണ്ട് ആ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ സാധ്യതയില്ല. വാസുവിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ശുദ്ധമായ ട്രാക്ക് റെക്കോർഡുള്ള വാസുവും അയ്യന്റെ സ്വർണത്തിന്റെ പങ്കുപറ്റാൻ സാധ്യത കുറവാണ്. SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്ത്രിയും പത്മകുമാറും വാസുവും അവരുടെ ഓഫീസിലേക്ക് കയറിപ്പോയ ദൃശ്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. 3 പേരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇവിടേക്ക് എത്തിയത്. കൈകൾ ശുദ്ധമാണെന്ന അഹങ്കാരം അവരുടെ ശരീരഭാഷയിലുണ്ടായിരുന്നു. അയ്യപ്പന്റെ ശുദ്ധികലശത്തിനും നിയമത്തിന്റെ സാങ്കേതികത്വങ്ങൾക്കും മുന്നിൽ പ്രതികളായി മാറിയപ്പോൾ മാത്രമാണ് അവരുടെ മുഖത്ത് മ്ലാനതയുണ്ടായത്. രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി കേസ് ഏത് വഴിക്ക് നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ഇന്ന് ജയിലിൽ കഴിയുന്ന ഇവരെ ഒന്നും ശിക്ഷിക്കാൻ പാകമായ തെളിവുകൾ കണ്ടെത്താൻ ഇതുവരെ SITക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.